Perl Module Library അതായത് CPAN എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തിലുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നിലവിലുള്ള മൊഡ്യൂൾസ് ഉപയോഗിക്കുന്നതെങ്ങനെയെന്നും കൂടാതെ Perlൽ പുതിയ മൊഡ്യൂളുകൾ സൃഷ്ടിക്കുന്നതെങ്ങനെയെന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് Ubuntu Linux 12.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും Perl 5.14.2 കൂടാതെ gedit ടെക്സ്റ്റ് എഡിറ്ററുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ട്യൂട്ടോറിയൽ മനസ്സിലാക്കാനായി നിങ്ങൾക്ക് Perl പ്രോഗ്രാമിംഗിൽ അടിസ്ഥാന വിവരം ഉണ്ടായിരിക്കേണ്ടതാണ്. അതില്ലെങ്കിൽ Perlനെ കുറിച്ചുള്ള ഉചിതമായ സ്പോക്കൺ ട്യൂട്ടോറിയൽ കാണുവാൻ സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൊഡ്യൂൾസ് പല സൃഷ്ടികർത്താക്കൾ എഴുതിയിട്ടുള്ള സാധാരണ റുട്ടീനുകൾ അടങ്ങിയിട്ടുള്ള കോഡ് ഫയലുകളാണിവ. കൂടാതെ പല പ്രോഗ്രാമുകൾക്ക് ഒരേ സമയത്ത് ഇവയെ ഉപയോഗിക്കാൻ കഴിയും. CPAN എന്നത് Perlലെ ഒരു ഓപ്പൺ സോഴ്സ് ഭാഷയാകുന്നു. കൂടാതെ Perlന്റെ അംഗീകൃത CPAN ലൈബ്രറിയിലേക്ക് ആർക്ക് വേണമെങ്കിലും സംഭാവന നൽകാവുന്നതാണ്. വ്യത്യസ്തരായ സൃഷ്ടികർത്താക്കൾ എഴുതിയ 1000ഓളം ഉപയോഗിക്കാൻ തയ്യാറായുള്ള മൊഡ്യൂളുകൾ CPANലുണ്ട്. CPANന്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് www.cpan.org. list:*util ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിനകം തന്നെ ഈ മൊഡ്യൂളിനകത്ത് എഴുതിയിട്ടുള്ള ഫംഗ്ഷനുകളിലേക്ക് പ്രവേശനം സാധ്യമാകുന്നു. ടെർമിനലിലേക്ക് തിരിച്ചു പോവുക. perl doc list:*util എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് "You need to install the perl-doc package to use this program" എന്നൊരു എറർ സന്ദേശം ലഭിക്കും. നിങ്ങൾ perl-doc എന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിത് സൂചിപ്പിക്കുന്നു. സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുക. ഉചിതമായ ലിനക്സ് സ്പോക്കൺ ട്യൂട്ടോറിയലുകൾക്ക് സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ ഇവിടെ കാണുന്നത് list:*util മൊഡ്യൂളിന്റെ രേഖകളാണ്. ഈ രേഖകളിൽ മൊഡ്യൂളിന്റെ വിശദാംശങ്ങൾ, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഉദാഹരണങ്ങൾ, ഓവർവ്യൂ എന്നിവ അടങ്ങിയിരിക്കുന്നു. Perl doc വ്യൂവറിലേക്ക് പോകാൻ Q എന്ന കീ അമർത്തുക. അടുത്തതായി ഒരു Perl പ്രോഗ്രാമിൽ list:*util എന്ന മൊഡ്യൂൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഞാൻ നേരത്തെ സേവ് ചെയ്തു വെച്ചിട്ടുള്ള exist_modules.pl എന്ന സാമ്പിൾ പ്രോഗ്രാം തുറക്കട്ടെ. നിങ്ങളുടെ exist_modules.pl എന്ന ഫയലിൽ സ്ക്രീനിൽ കാണുന്ന കോഡ് അതുപോലെ ടൈപ്പ് ചെയ്യുക. നമുക്ക് ഈ കോഡ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. use list:*util എന്നത് Perlനോട് list:*util എന്ന മൊഡ്യൂളിനെ കണ്ടെത്തി ലോഡ് ചെയ്യാൻ പറയുന്നു. qw എന്ന ഫംഗ്ഷൻ സ്ട്രിംഗിൽ നിന്നും വാക്കുകളെ ഒരു ഡീലിമിറ്റർ ഉപയോഗിച്ച് എടുക്കുകയും വാക്കുകളെ ഒരു ലിസ്റ്റ് ആക്കി നൽകുകയും ചെയ്യുന്നു. ഒരു അറേ പ്രഖ്യാപിക്കാനുള്ള എളുപ്പമാർഗമാണിത്. ഒരു മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ലിസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള സബ്റൂട്ടീൻസിനെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യലാണ് നടക്കുന്നത്. സബ്റൂട്ടീൻസിന്റെ പൊതുവായ ഉപയോഗ പട്ടികയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മൊഡ്യൂൾ അതിന്റെ വേരിയബിൾസിനെയും സബ്റൂട്ടീൻസിനെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. list:*util ലഭ്യമായ ഏറ്റവും പ്രസിദ്ധമായ സബ്റൂട്ടീൻസ് ആണ് ഫസ്റ്റ്. അത് ലിസ്റ്റിലെ ആദ്യ എലിമെന്റിനെ തിരിച്ചു തരുന്നു. മാക്സ് ഇത് ലിസ്റ്റിലെ ഏറ്റവും വലിയ സംഖ്യാമൂല്യത്തെ തിരിച്ചു തരുന്നു. maxstr ഇത് ലിസ്റ്റിലെ ഏറ്റവും വലിയ സ്ട്രിംഗിനെ തിരിച്ചു തരുന്നു. min ഇത് ലിസ്റ്റിലെ ഏറ്റവും ചെറിയ സംഖ്യാമൂല്യത്തെ തിരിച്ചു തരുന്നു. minstr ഇത് ലിസ്റ്റിലെ ഏറ്റവും ചെറിയ സ്ട്രിംഗിനെ തിരിച്ചു തരുന്നു. shuffle ഇത് ക്രമരഹിത രീതിയിൽ ഇൻപുട്ടിന്റെ മൂല്യങ്ങളെ തിരിച്ചു തരുന്നു. sum ഇത് ലിസ്റ്റിലെ എല്ലാ ഘടകങ്ങളുടെയും സംഖ്യാതുകയെ തിരിച്ചു തരുന്നു. ഓരോ ഫംഗ്ഷനും പ്രത്യേക സോഴ്സ് കോഡ് എഴുതേണ്ട ആവശ്യമില്ല. ഈ ലഭ്യമായ സബ്റൂട്ടീനുകളെ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാവുന്നതാണ്. മാക്സ്, മിൻ, സം ആൻഡ് ഷഫിൾ എന്നീ ഫംഗ്ഷനുകളിലേക്ക് ഞാൻ അയക്കുന്ന ഇൻപുട്ടുകൾ ഇവയാകുന്നു. കൂടാതെ പ്രിന്റ് പ്രസ്താവനകൾ ഇവയാകുന്നു. ഫയൽ സേവ് ചെയ്യുന്നതിനായി Ctrl+S അമർത്തുക. നമുക്കിനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചുപോയി perl exist_modules.pl എന്ന് ടൈപ്പ് ചെയ്യുക. കൂടാതെ എന്റർ അമർത്തുക. ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. റാൻഡം നമ്പേഴ്സിൽ 0ഉം 51നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു മൂല്യമായിരിക്കും നമുക്ക് ലഭിക്കുക.
അടുത്തതായി നമുക്കൊരു പുതിയ Perl മൊഡ്യൂൾ സൃഷ്ടിക്കുന്നതെങ്ങനെയെന്നും അതിനെ CPANലേക്ക് ചേർക്കുന്നതെങ്ങനെയെന്നും നോക്കാം. ഒരു മൊഡ്യൂൾ സൃഷ്ടിക്കുന്നതിനുള്ള പടികൾ താഴെ തന്നിരിക്കുന്നു. മൊഡ്യൂൾ ഉണ്ടാക്കുന്നതിനുള്ള സ്ഥലം നിർമ്മിക്കുക. മൊഡ്യൂളിനു വേണ്ടിയുള്ള രൂപരേഖ ഫയലുകൾ നിർമ്മിക്കുക. മൊഡ്യൂൾ ഡോക്യുമെന്റ് ചെയ്യുക. Perl കോഡ് എഴുതുക. ടെസ്റ്റിംഗിനു വേണ്ടി കോഡ് എഴുതുക. CPANലേക്ക് മൊഡ്യൂളിനെ വ്യാപിപ്പിക്കുക. ഒരു പുതിയ മൊഡ്യൂളിനു വേണ്ടിയുള്ള ഫയലുകൾ ഉണ്ടാക്കുന്ന h2xs എന്ന പ്രോഗ്രാമിനോടൊപ്പം Perl വിതരണം ചെയ്യപ്പെടുന്നു. math::simple എന്നത് നമ്മുടെ മൊഡ്യൂളിന്റെ പേരിനെ പ്രസ്താവിക്കുന്നു. ഇത് മൊഡ്യൂളിനെ കൃത്യമായി തിരിച്ചറിയുന്ന ഡയറക്ടറിയെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അടിസ്ഥാനപരമായി ഇത് മൊഡ്യൂളിനു വേണ്ടിയുള്ള രൂപരേഖ ഫയലുകളെ സൃഷ്ടിക്കുന്നു. ഓട്ടോ ലോഡിനെയും ഓട്ടോ ജനറേറ്റിനെയും ഒഴിവാക്കാനുള്ള ഓപ്ഷനാണ് -pax. നമുക്കിനി ഒരു പുതിയ മൊഡ്യൂൾ സൃഷ്ടിക്കാം. math::simple. ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ കൂടാതെ ഡിവൈഡ് എന്നീ ലളിതമായ ഫംഗ്ഷനുകളെ ഇത് നൽകുന്നു. നമുക്കിനി ടെർമിനലിലേക്ക് പോയി h2xs നിർദ്ദേശത്തെ എക്സിക്യൂട്ട് ചെയ്യാം. ടൈപ്പ് h2xs-paxn math::simple. മൊഡ്യൂളിനെ വിതരണം ചെയ്യുവാൻ ആവശ്യമായ എല്ലാ ഫയലുകളെയും h2xs പ്രോഗ്രാം നിർമ്മിക്കുന്നു. നമുക്കിനി ഡയറക്ടറി മാറ്റി math-simple എന്നാക്കാം. നിങ്ങളുടെ മെഷീനിലെ ഡയറക്ടറി പാത്ത് നോക്കി വെക്കുക. അത് ചിലപ്പോൾ math:/simple എന്നാകും. ഡയറക്ടറിയിലെ എല്ലാ ഫയലുകളും കാണുന്നതിനായി ls എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് താഴെ കാണുന്ന ഫയലുകൾ കാണാൻ സാധിക്കും. പുതിയ വെർഷനുകൾ എഴുതുമ്പോൾ മൊഡ്യൂളിന് വരുത്തിയ മാറ്റങ്ങൾ പിന്തുടരുന്നതിനായി ഉപയോഗിക്കുന്നതാണ് ചേഞ്ചസ് ഫയൽ. lib സബ് ഡയറക്ടറിയിൽ മൊഡ്യൂൾ അടങ്ങിയിരിക്കുന്നു. മാനിഫെസ്റ്റിൽ ഈ ഡയറക്ടറിയിലെ ഫയലുകളുടെ പട്ടിക അടങ്ങിയിരിക്കുന്നു. ഒരു യുണിക്സ് മേക്ക് ഫയൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന Perl പ്രോഗ്രാമാണ് makefile. നമ്മുടെ മൊഡ്യൂളിനെ ടെസ്റ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുമായി നമ്മൾ make ഫയൽ ഉപയോഗിക്കുന്നു. t സബ് ഡയറക്ടറിയിലാണ് ടെസ്റ്റ് സ്ക്രിപ്റ്റുകൾ. ലളിതമായ Perl സ്ക്രിപ്റ്റുകളാണ് ടെസ്റ്റുകൾ. പക്ഷേ .t എക്സ്റ്റൻഷനോട് കൂടിയതും യൂണിറ്റ് ടെസ്റ്റിംഗിനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. simple.pm നമ്മുടെ മൊഡ്യൂൾ ആകുന്നു. നമ്മൾ h2xs നിർദ്ദേശം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫയലുകളെല്ലാം സ്വമേധയാ നിർമ്മിക്കപ്പെടുന്നു. ഇനി നമുക്ക് simple.pm ഫയൽ തുറക്കാം. lib/math എന്ന ഡയറക്ടറിയെ മാറ്റാം. ഇനി നമുക്ക് simple.pm ഫയൽ തുറന്ന് നിലവിലുള്ള ഉള്ളടക്കത്തെ കാണാം. ടൈപ്പ് gedit simple.pm. നാം ഇവിടെ കാണുന്നത് ഡോക്യുമെന്റ് ചെയ്ത ഫങ്ഷണൽ Perl മൊഡ്യൂൾ ആണ്. അതൊന്നും ചെയ്യുന്നില്ല. അതെന്തെങ്കിലും ചെയ്യാനായി ആവശ്യമുള്ള ഫംഗ്ഷനുകൾ നാം ഈ ഫയലിൽ എഴുതണം. താഴെ തന്നിരിക്കുന്ന കോഡ് ഈ ടെക്സ്റ്റിനു ശേഷം ചേർക്കുക. preloaded methods go here. ഇവിടെ നമ്മൾ 4 സബ്റൂട്ടീനുകൾ ചേർക്കുന്നു. ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ കൂടാതെ ഡിവൈഡ്. ഫയൽ സേവ് ചെയ്യുന്നതിനായി Ctrl+S അമർത്തുക. ഇനി നമ്മുടെ കോഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും അത് ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനുമായി ഒരു മാതൃക പ്രോഗ്രാം നിർമ്മിക്കാം. t എന്ന സബ് ഡയറക്ടറിക്ക് കീഴിലുള്ള math-simple.t എന്ന ടെസ്റ്റ് ഫയൽ തുറക്കാം. ടൈപ്പ് gedit math-simple.t. നിലവിലുള്ള കോഡിനു ശേഷം താഴെ തന്നിരിക്കുന്ന കോഡ് ചേർക്കുക. Insert your test code below. പ്രിന്റ് പ്രസ്താവന ഔട്ട്പുട്ടിനെ പ്രിന്റ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാനായി Ctrl+S അമർത്തുക. നമുക്കിനി ടെസ്റ്റ് സ്ക്രിപ്റ്റിനെ റൺ ചെയ്യാം. ടൈപ്പ് perl math-simple.t കൂടാതെ എന്റർ അമർത്തുക. Perl സ്ക്രിപ്റ്റിന് അതിന്റെ ഡയറക്ടറിയിൽ simple.pm നെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ നമുക്കൊരു എറർ സന്ദേശം ലഭിക്കുന്നു. ഇത് lib ഡയറക്ടറിയിൽ നോക്കേണ്ടതാണ്. നമുക്ക് എങ്ങനെയാണ് ഈ പിഴവ് തിരുത്താൻ കഴിയുക? നമുക്ക് ഇതിനുള്ള കുറച്ച് ഓപ്ഷനുകൾ നോക്കാം. ഡയറക്ടറികളുടെ പട്ടിക അടങ്ങിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ വേരിയബിൾ ആണ് @inc. Perl മൊഡ്യൂളുകളും ലൈബ്രറീസും ഈ ഡയറക്ടറികളിൽ നിന്നും ലോഡ് ചെയ്യാം. @inc സെർച്ച് ഡയറക്ടറിയിലേക്ക് ഡയറക്ടറി പാത്തിനെ ചേർക്കാനായി Perl പ്രോഗ്രാമിനോട് ഈ കോഡ് വരികൾ നിർദ്ദേശിക്കുന്നു.
പകരം വേണമെങ്കിൽ -i ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റൺ സമയത്ത് ഫയലുകളെ @inc ചേർക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ടെർമിനലിലേക്ക് തിരിച്ചു പോകാം. -i കമാൻഡ് ലൈൻ പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ perl -i lib t/math-simple.t എന്ന് ടൈപ്പ് ചെയ്യുന്നു. പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് ഇതാണ്. നമ്മൾ മൊഡ്യൂളിനെ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അവസാന പടി മൊഡ്യൂളിനെ വിതരണം ചെയ്യലാകുന്നു. മൊഡ്യൂളിനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പൊതുവായ നടപടി ഈ നിർദ്ദേശങ്ങളെ റൺ ചെയ്യലാകുന്നു. Perl ലൈബ്രറി ഡയറക്ടറിയിലേക്ക് ഫയലുകളെ പകർത്തൽ ഇൻസ്റ്റലേഷനിൽ ഉൾപ്പെടുന്നു. ഈ ഡയറക്ടറിയിലേക്ക് പകർത്താൻ നമുക്കെല്ലാവർക്കും അനുമതിയില്ല. math-simple വളരെ ഉപയോഗപ്രദമായ ഒരു മൊഡ്യൂൾ അല്ലാത്തതിനാൽ ഞാൻ അതിന്റെ ഇൻസ്റ്റലേഷൻ ഭാഗം കാണിക്കുന്നില്ല. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. നമുക്ക് ഉപസംഹരിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ: നിലവിലുള്ള മൊഡ്യൂളുകളെ എങ്ങനെ ഉപയോഗിക്കാം, പുതിയ മൊഡ്യൂളുകളെ എങ്ങനെ നിർമ്മിക്കാം, കൂടാതെ അവയെ Perl പ്രോഗ്രാമിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം. ഇനി നിങ്ങൾക്കുള്ള അസൈൻമെന്റ് ഇതാണ്. text::wrap എന്ന മൊഡ്യൂളിനെ ഉപയോഗിക്കുക. ഇൻപുട്ട് ടെക്സ്റ്റിനെ വൃത്തിയുള്ള ഖണ്ഡികകളായി ആവരണം ചെയ്തു വെക്കുന്ന ഫംഗ്ഷനായ wrapനെ ഉപയോഗിക്കുക. text::wrap എന്ന മൊഡ്യൂളിന് കോളംസ് എന്നൊരു വേരിയബിൾ ഉണ്ട്. കോളംസിന്റെ മൂല്യത്തെ 30 ആക്കി വെക്കുക. ഫോർമാറ്റ് ചെയ്ത ഔട്ട്പുട്ട് കാണുന്നതിനായി ടെക്സ്റ്റിനെ പ്രിന്റ് ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിലുള്ള വീഡിയോ ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് വിശദീകരിക്കുന്നു. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് ശില്പശാലകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ NMEICT MHRDയുടെ പിന്തുണയോടെയാണ് നടത്തുന്നത്. ഈ സംരംഭത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രജുന വത്സലൻ വിടവാങ്ങുന്നു.